ഇത്രയും നല്ല പ്രോഡക്റ്റുകൾ ചെയ്യുന്ന ഒരു മാനുഫാക്ചറിംഗ് കമ്പനി നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ട് അത് നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു നഷ്ടമാണ്. ഹലോ സുഹൃത്തുക്കളെ, ഞാനിന്ന് വന്നിരിക്കുന്നത് വയനാട്ടിലെ പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെയുള്ള മാത്യൂസ് ബിസിനസ് കോർപ്പറേഷനിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇവർ വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് വിപണികളിലേക്ക് ഇറക്കുന്നുണ്ട്. അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. കംപ്ലീറ്റ്ലി പാഷൻ ഫ്രൂട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റുകളാണ്. അതായത് നമ്മുടെ വയനാട്ടിലുള്ള കർഷകരുടെ അടുത്തു നിന്നും കളക്ട് ചെയ്തിട്ട് ആ ഒരു പാഷൻ ഫ്രൂട്ടിൽ നിന്നും ചെയ്യുന്ന നല്ല കിഡിലൻ പ്രോഡക്റ്റുകളാണ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇവരുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് കംപ്ലീറ്റ്ലി പാഷൻ ഫ്രൂട്ടിന്റെ പൾപ്പാണ്. ഇത് പാഷൻ ഫ്രൂട്ടിന്റെ മൊജീത്തോ ആണ്. പാഷൻ ഫ്രൂട്ടിന്റെ സോസ് ഉണ്ട്, സ്ക്വാഷ് ഉണ്ട്, ജാം ഉണ്ട്, പിക്കിൾ ഉണ്ട്, ജലാറ്റോ ഉണ്ട്, ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ടിന്റെ പൾപ്പ് പിക്കിളാണ്. ഇത് കണ്ടില്ലേ, നല്ല കിടലൻ ഐറ്റം, നല്ല ഓർഗാനിക് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൽ നിന്നും ചെയ്തെടുത്ത പിക്കിളാണ്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ നമുക്ക്. അടിപൊളി. ഇത് അടുത്ത ഐറ്റം ഐസ്ക്രീമിന്റെ വേറൊരു വേർഷൻ ജലാറ്റോ. നല്ല കിടലൻ ഐറ്റാണ്. ഇത് കണ്ടോ, അടിപൊളി. പിക്കിളിൽ തന്നെ വേറൊരു ഐറ്റം ഫ്രൂട്ട് പിക്കിൾ, പാഷൻ ഫ്രൂട്ട് പിക്കിളാണ്. നമുക്ക് ഇതിൻ്റെ കൂടി ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് ഐറ്റം. ചെറിയ ബോട്ടിലും വലിയ ബോട്ടിലൊക്കെ ഉണ്ടേ. ഇതാ ഫ്രൂട്ടിൻ്റെ ആ ഒരു പൾപ്പൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടോ. അടുത്തത് മക്കളെ കിഡിലൻ ഐറ്റം ജാമാണ് കേട്ടോ. പാഷൻ ഫ്രൂട്ടിൻ്റെ സീഡ്ലെസ് ജാം അല്ലേ. ഇത് കണ്ടോ, അടിപൊളി കിഡ് ഐറ്റം. അടുത്ത ജാമിൻ്റെ വേറൊരു വെറൈറ്റി കേട്ടോ. ഇത് സീഡുള്ള ജാമാണ്. ജാമിൻ്റെ കിഡിലൻ ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ. ഇതാണ്ടോ സീഡുള്ള ടൈപ്പ് ജാം. ഇതും കൂടി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അയ്യവാ, സീഡുകളൊക്കെ വരുന്നുണ്ടല്ലേ. സൂപ്പർ. ചേച്ചി, സ്ക്വാഷ് നിങ്ങളുടെ കയ്യിൽ എത്ര ടൈപ്പ് ഉണ്ട്? നമുക്ക് പാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷ് 3 വെറൈറ്റിയാണ് ഉള്ളത്. ഒന്ന് മാർത്താസ് ആണ്, പിന്നെ ഇവാരിയ, സെക്കൻഡ് വൺ ഇവാരിയ, തേർഡ് വൺ മാക്സ്റ്റോ. ഇങ്ങനെ 3 രീതിയിലുള്ള സ്ക്വാഷസ് ആണ് നമ്മൾ ഇവിടെ ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇതുകൊണ്ട് പാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷിൽ നമുക്ക് പാഷൻ ടീ ഇടാം. നമ്മൾ പാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷ് കൊണ്ട് ഉണ്ടാക്കിയതാണ് പാഷൻ ഫ്രൂട്ട് മൊജീത്തോ. അതുപോലെ അവിൽ മിൽക്ക്, പാഷൻ ഫ്രൂട്ടിന്റെ ഷേക്ക്, ഇതൊക്കെ നമ്മൾ പാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ്. ഓക്കെ. ഇപ്പൊ എങ്ങനെ മാർക്കറ്റിൽ ഇതിന്റെ റിസൾട്ട് എങ്ങനെ, ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെ? വളരെ നല്ല റിസൾട്ട് ആണ് ആണല്ലേ. ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ മാനേജർ ആയിട്ടുള്ള ജോസേട്ടനെയും കൂടി ഒന്ന് മീറ്റ് ചെയ്യാം. ജോസേട്ടാ, എന്തൊക്കെയാണ്? സുഖമാണ്. ഇപ്പൊ വയനാട്ടിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടല്ലോ. ഇപ്പൊ അവരൊക്കെ ഫാക്ടറി കാണാനും പ്രോഡക്റ്റ് എടുക്കാനൊക്കെ ഡയറക്റ്റ് ഇവിടെ വരാറുണ്ടോ? കർഷകരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന പാഷൻ ഫ്രൂട്ടുകളാണ് അല്ലേ? അതെ, ഞാൻ അതിനെ പറ്റി ഒരു ചെറിയൊരു വിവരണം തരാം. ഓക്കെ. അതായത് മാത്യൂസ് ബിസിനസ് കോർപ്പറേഷൻ LLP തുടങ്ങിയിട്ട് 2.5 വർഷത്തോളം ആയി. ആയതിനു ശേഷം അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജറാണ് ജോസ്. അതായത് ഞാൻ ഈ നമ്മളുടെ ഈ കമ്പനി സ്ഥാപിതമായതോടുകൂടി തന്നെ കോട്ടത്തറ പഞ്ചായത്തിൽ തന്നെ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഗ്രാമമായി തീർന്നിരിക്കുകയാണ്. 100% ഗ്യാരണ്ടിയോടുകൂടിയാണ് നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു മായവുമില്ല. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഫാക്ടറി വന്നതുകൊണ്ട് തന്നെ ഒരുപാട് കർഷകർക്ക് അതൊരു ഗുണം കൂടിയായി. ഗുണം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ 60 രൂപ മുതൽ 100 രൂപ വരെയാണ് ഇവിടെ ഫ്രൂട്ട് എടുക്കുന്നത്. അതുകൊണ്ട് കർഷകർക്ക് എല്ലാവരും നമ്മളോട് ഒരു നല്ലൊരു സ്നേഹമാണ് ഉണ്ട്. അതായത് ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന സമയം മഴക്കാലമാണ്. ഈ മഴക്കാലത്താണ് ജനത്തിന്റെ കയ്യിൽ പണം ഇല്ലാതിരിക്കുന്നത്. ആ സമയത്ത് കർഷകന് ഇത് ഏറ്റവും വലിയ ഗുണമായത്. അവർ 50 കിലോയും 100 കിലോയും 150 അങ്ങനെ ഒരു ഗ്രാമമായി തീർന്നിരിക്കും പഞ്ചായത്ത്. ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ പൊതുവിപണിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എക്സിബിഷൻ സെൻ്ററാണ് ഞങ്ങളുടെ മെയിൻ വിൽപ്പന കേന്ദ്രം. അതായത് കർഷകരെ ഈ ഉൽപ്പന്നം പരിചയപ്പെടുത്തുക. ആ രീതിയിലാണ് ഇപ്പൊ ഞങ്ങളുടെ മുന്നേറ്റം നടക്കുന്നത്. എല്ലാ എക്സിബിഷൻ സെന്ററിലും നിങ്ങളുടെ സ്റ്റോൾ ഉണ്ടാവും. അടുത്ത ഏതെങ്കിലും സ്റ്റോളിൽ വരാനുണ്ടോ? ഉണ്ട്. എറണാകുളത്ത് വെച്ച് നടത്തുന്ന പരിപാടിയിൽ ഞങ്ങൾക്ക് ഏകദേശം സ്റ്റാളുകളിൽ പോയിട്ടുള്ള ഒട്ടനവധി അഭിനന്ദനങ്ങളും അവാർഡുകളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. സൂപ്പർ. ഇനിയിപ്പോ അതെപ്പോഴാണ് നടക്കുന്നത്? പിന്നെ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളിലൊക്കെ അഗ്രോ മാർക്ക്, കേരള സർക്കാരിന്റെ അഗ്രോ മാർക്ക് ലേബിളുകളാണ് കിട്ടിയിട്ടുണ്ട്. ആയതുകൊണ്ട് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എവിടെ കൊണ്ടുപോയാലും ആരും പുറത്തോട്ട് വെക്കില്ല, എല്ലാവരും സ്വീകരിക്കും. പാഷൻ ഫ്രൂട്ടിന്റെ ഓർഗാനിക് പ്രൊഡക്റ്റുകളാണ് ഇത്. ഒരു കൃത്രിമവുമില്ല, 100%. ഇവരുടെ സ്റ്റോറേജ് ഏരിയ ആണ്. ഇതിങ്ങനെ അടച്ചു വെക്കും അല്ലേ? അതെ. ഇത് കണ്ടില്ലേ, ഒരു കൃത്രിമം ഇല്ലാതെ ഇവരിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. -22 ഡിഗ്രിയിലാണ് അല്ലേ? പിന്നെ ഇതെന്താണ് ഈ റൂമില്? ഇവിടെ കംപ്ലീറ്റ്ലി പാഷൻ ഫ്രൂട്ടിന്റെ പൾപ്പുകളാണ് അല്ലേ?
ഇത് മൊത്തം പാഷൻ ഫ്രൂട്ടിന്റെ പൾപ്പുകളാണ്. ഈ ഒരു ഏരിയ മൊത്തം. പിന്നെ തീർന്നിട്ടില്ല, അടുത്ത റൂമിലുണ്ട്. ഈ ഒരു റൂമിലും പാഷൻ ഫ്രൂട്ടിന്റെ പൾപ്പുകൾ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഒരുപാട് പൾപ്പുകൾ, ഇത് മൊത്തം പൾപ്പുകളാണ്. നമുക്ക് ഈ ഒരു കമ്പനിയുടെ സിഇഒയുടെ ഈ ഒരു പ്രോഡക്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇതൊരു യൂണീക്ക് പ്രോഡക്റ്റ് ആണല്ലോ. സിഇഒ തോമസ് സാറുടെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഹായ് സാർ. ഹായ്, എന്തൊക്കെയാണ്? സുഖം തന്നെ. നിങ്ങളുടെ പ്രൊഡക്റ്റും അതുപോലെ തന്നെ ഫാക്ടറി ഒക്കെ നമ്മൾ കണ്ടു, അടിപൊളിയാണ്. ഒരു വെറൈറ്റി പ്രോഡക്റ്റ് ആണല്ലോ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ തുടക്കം? ഞാൻ പ്രീവിയസ്ലി പ്ലാന്റേഷൻ കോർപ്പറേഷൻ മാനേജർ ആയിരുന്നു. അവിടുന്ന് റിട്ടയർ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു മറ്റേ ഇൻസ്പിറേഷനിൽ നിന്നാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. ആദ്യം പാഷൻ ഫ്രൂട്ട് തോട്ടം തുടങ്ങി. ആ തോട്ടത്തിൽ നിന്നുള്ള ഉൽപ്പന്നം നേരായ രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ വയനാട്ടിൽ വേറെ മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ടാണ് ഒരു പ്രോസസ്സിങ് യൂണിറ്റ് എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചത്. അങ്ങനെ ആ ചിന്തയും അതിനോടുണ്ടായ കൂടിയാലോചനകളും ഒക്കെ വെച്ചിട്ട് ഇവിടെ വരെ എത്തി ഞങ്ങൾ. ശരിക്കും ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ കണ്ടു. ഈ പാഷൻ ഫ്രൂട്ടിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെങ്കി ഫീവർ, പിന്നെ ക്യാൻസറിൻ്റെ കീമോതെറാപ്പി, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഭയങ്കരമായിട്ട് കുറയും പേഷ്യൻസിന്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് തന്നെ അവരുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആവശ്യത്തിലേക്ക് ഉയരുകയും അവർക്കതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് ഹീമോഗ്ലോബിൻ കൂട്ടാൻ, പ്രത്യേകിച്ച് ഗർഭിണികളിലൊക്കെ ഹീമോഗ്ലോബിൻ കൂട്ടാൻ വളരെയധികം നല്ലൊരു സാധനമാണ്. ഞങ്ങൾ 2022-23 ഇത് സ്റ്റാർട്ട് ചെയ്തത് കമ്പനി. പക്ഷേ 2024 കൂടിയിട്ടാണ് ഈ ഫാക്ടറി ഈ ലെവലിലേക്ക് വന്നത്. അപ്പോൾ ഞങ്ങളിതിൽ ഈ പാഷൻ ഫ്രൂട്ടിൽ ഒരു ചെറിയ റിസർച്ച് തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായി ഇപ്പം ഞങ്ങൾ ഏകദേശം 8ഓളം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിച്ചിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഞങ്ങളൊരു 10-30ഓളം ഐറ്റംസ് ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട് ഞങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, വേരിയസ് സ്റ്റേജിലാണ്. ഇപ്പോൾ സോപ്പ് ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. സോപ്പ്, പിന്നെ ഹാൻഡ് വാഷ്, ഫേസ് വാഷ്, പിന്നെ ഡിഷ് വാഷർ, ഇങ്ങനെയുള്ള പലതും പാഷൻ ഫ്രൂട്ടിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് മാർക്കറ്റിലേക്ക് എത്തിച്ചിട്ടില്ല. അതിപ്പം അതിൻ്റെ പ്രോസസ്സിങ് ഫൈനൽ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കൂടാതെ ഇനിയിപ്പം പല ഐറ്റംസും ഉണ്ട്. ഫേസ് ക്രീംസ്, പിന്നെ സൺസ്ക്രീംസ്, ഇങ്ങനെ പലതും പാഷൻ ഫ്രൂട്ട് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള റിസർച്ചുകൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മെയിൻലി ഫ്രാഞ്ചൈസി മോഡലാണ്, എങ്ങനെയാണ് നമ്മൾ ആണോ ചെയ്യുന്നത്? ഞങ്ങളിപ്പം ഞങ്ങളുടെ ഡയറക്റ്റ് കസ്റ്റമേഴ്സാണ് ഞങ്ങൾക്കുള്ളത്. മറ്റേ ഓൺലൈനായിട്ടും കുറേശ്ശെ ഞങ്ങൾക്ക് ബിസിനസ് വരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഹോൾസെയിൽ ഡീലേഴ്സ് 1-2 പേര് വന്നു കഴിഞ്ഞു. ഞങ്ങൾ കൂടുതൽ ഹോൾസെയിൽ ഡീലേഴ്സിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, കൂടുതൽ സ്റ്റോക്കിസ്റ്റുകളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ അത് കൂടാണ്ട് B2B, B2C ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഫ്രാഞ്ചൈസിയുടെ കാര്യം എങ്ങനെയാണ്? ഫ്രാഞ്ചൈസി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങൾ ഫ്രാഞ്ചൈസി കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ ഒരു ആഡ് ചെയ്തിരുന്നു. മതിയായ ഒരു നല്ല റെസ്പോൺസ് ഒന്നും അന്ന് കിട്ടിയിരുന്നില്ല, ഒരു 2 വർഷം മുമ്പാണ്. അപ്പോൾ ഇപ്പോൾ അതിലും മാറിയിട്ട് പലരും ഇപ്പോൾ ഫ്രാഞ്ചൈസി ചോദിക്കുന്നുണ്ട്, പലരും ഏജൻസി ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ചർച്ചകളും മീറ്റിങ്ങുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പോർട്ടിന് എങ്ങനെയാണ്? എക്സ്പോർട്ടിന് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? എക്സ്പോർട്ട് ഞങ്ങൾക്ക് IEC കോഡുണ്ട്. IEC കോഡ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷേ ഇപ്പം ഞങ്ങൾ എക്സ്പോർട്ട് തുടങ്ങിയിട്ടില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഞങ്ങളുടെ മെറ്റീരിയൽസ് വാങ്ങി അവർ വിദേശത്തേക്ക് പോകുന്നുണ്ട്. UK-ലും US-ലും കാനഡയ്ക്കും ഒക്കെ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ മറ്റേ ഹോൾസെയിൽ ഏജൻസിനെയൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. കാരണം ആളുകളുടെ ഒരു പ്രയാസത്തിനൊരു സൊല്യൂഷൻ ആണല്ലോ നിങ്ങളുടെ പ്രോഡക്റ്റ്, ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള പ്രോഡക്റ്റ് ആണല്ലോ. തീർച്ചയായിട്ടും ഞങ്ങളിത് തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 ഞാൻ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇവിടെ വരുമ്പം ഈ വയനാട്ടിൽ കർഷകരുടെ ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വയനാട്ടിൽ കാപ്പിക്ക് വിലയില്ല, കുരുമുളകിന് വിലയില്ല, അങ്ങനെ കർഷകരുടെ ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അന്നേരം എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഒരു ഓൾട്ടർനേറ്റീവ് കൃഷി സമ്പ്രദായം കൃഷിക്കാരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് പാഷൻ ഫ്രൂട്ട് കൃഷിക്ക് ഒരു കൾട്ടിവേഷനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 1 ഏക്കർ തോട്ടമുണ്ട്. ആ 1 ഏക്കർ തോട്ടം ഒരു മോഡൽ തോട്ടമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ വയനാട്ടിൽ മാർക്കറ്റില്ലായിരുന്നു അന്ന്. അതേസമയം ഇപ്പോൾ മാർക്കറ്റായി.
അപ്പോൾ അന്ന് മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇതുമായിട്ട് കുറേ നടന്നു. അങ്ങനെയാണ് മനസ്സിലായത് ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് വയനാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിന് മാർക്കറ്റിംഗ് നടക്കാത്തത്. ഓക്കെ, അങ്ങനെയാണ് പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് എത്തിയത്. പാഷൻ ഫ്രൂട്ട് കംപ്ലീറ്റ്ലി കളക്ട് ചെയ്യുന്നത് നമ്മുടെ ലോക്കൽ ഫാമേഴ്സിന്റെ അടുത്ത് നിന്നാണ് അല്ലേ? ലോക്കൽ ഫാർമേഴ്സ് ഞങ്ങൾ ഇവിടുന്ന് തൈ ഉൽപ്പാദിപ്പിച്ച് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ബൈബാക്ക് എന്നുള്ള അടിസ്ഥാനത്തിൽ ഞങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഓൺ തോട്ടം വേറെയുണ്ട്? ഓൺ തോട്ടമുണ്ട്. പിന്നെ ഇത് കൂടാതെ ഞങ്ങളുടെ സമീപ പഞ്ചായത്തുകളിലും ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോട്ടത്തറ പഞ്ചായത്തിനെ ഞങ്ങളുടെ ഈ ഫാക്ടറി വന്നതോടുകൂടി. ഇങ്ങനെയുള്ള കുറേ ബെനിഫിറ്റുകൾ ഇവിടുത്തെ കൃഷിക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു മിനിമം പ്രൈസ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് കൃഷിക്കാർക്ക്. അതിൽ താത്തി ഞങ്ങൾ എടുക്കത്തില്ല. മാർക്കറ്റിൽ അതിൽ താഴെ വില വരുമ്പോഴും ഞങ്ങൾ ഈ വില ഇവിടെ കൊടുത്തുകൊണ്ടേയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീസർ ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ കിയോസ്കുകൾ ഇരിപ്പുണ്ട്. നവസംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കിയോസ്കുകൾ അവർക്ക് അഡ്വാൻസ് തന്ന് കൈപ്പറ്റി എടുത്ത് കൊണ്ടുപോയി വെച്ച് കിയോസ്കിൽ വെച്ച് കച്ചവടം നടത്തി അവർക്ക് ഉപജീവനം നടത്താവുന്നതാണ്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള ബാക്കിയുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നതായിരിക്കും. കുറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ നമ്പർ താഴ്ത്തി കൊടുത്തോട്ടെ, അവർക്ക് വിളിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും അഡ്രസ്സും കൊടുക്കാം. ഡയറക്ടറൂടെ വന്നാലും നമ്മളെ മീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് നന്ദി നമ്മളായിട്ട് നിങ്ങളുടെ ഈ ഒരു വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ബൈ. താങ്ക് യു.